തലസ്ഥാന ജില്ലയിലെ സാഹചര്യം നോക്കാം അല്ലേ? ഇന്നലെ രാത്രി മുഴുവൻ പെരുമഴയായിരുന്നു. അപ്പോൾ വിഴിഞ്ഞത്ത് നിന്ന് നമ്മുടെ ശാലിനി ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ശാലിനി, എത്രത്തോളമാണ് അവിടെയുള്ള ഒരു സാഹചര്യം? കാരണം ഇന്നലെ രാത്രി നമുക്കറിയാം നല്ല മഴയായിരുന്നു. ഒപ്പം തന്നെ കടലാക്രമണ ഭീഷണിയുണ്ടോ? എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? രാഖി, കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നമ്മൾ ഈ ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ ആളുകൾ കടലിലേക്ക് ഇറങ്ങിയത് പകർത്താനാണ് പ്രധാനമായും വിഴിഞ്ഞത്തേക്ക് എത്തിയത്. പക്ഷേ എനിക്ക് പിന്നിൽ കാണുന്ന ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും, ഈ ചെറുവള്ളങ്ങളോ ബോട്ടുകളോ ഒന്നും തന്നെ കടലിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഇവിടുത്തെ മത്സ്യബന്ധന തൊഴിലാളികളുമായിട്ടൊക്കെ സംസാരിച്ചു. അവർ പറയുന്നത് അതിശക്തമായ കാറ്റാണ് കടലിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ സംവിധാനങ്ങൾ ഇവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്, കടലിൽ പോകരുത് എന്നുള്ളത്. മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷയുടെ ഭാഗമായി ആരും തന്നെ കടലിൽ പോകുന്നില്ല എന്നുള്ളതാണ്. അവരുടെ ഒരു സീസൺ ആരംഭിക്കുന്ന സമയമാണ്. അങ്ങനെ ഈ ഒരു സമയത്ത് ഈ ഒരു മഴ ഇല്ലാത്തതാണ്. പക്ഷേ ഈ മഴ കൂടി ഉണ്ടായി, കൂടാതെ ശക്തമായ കാറ്റ് അത് വന്നത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. നമുക്കറിയാം, പല വള്ളങ്ങളും ഒക്കെ ഇവിടെ കൂട്ടിക്കെട്ടിയിട്ടിരിക്കുന്നത് കാണാം. കാരണം ഏതെങ്കിലും തരത്തിൽ കാറ്റോ അല്ലെങ്കിൽ കടൽ ക്ഷോഭമോ ഉണ്ടാവുകയാണെങ്കിൽ അത് പോകരുത് എന്നുള്ള രീതിയിലാണ് നമുക്ക് ഒന്നിനു മുകളിൽ ഒന്നായി ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ചെറിയ തോതിലുള്ള മീൻ പിടുത്തമൊക്കെ ഇവിടെ നടക്കുന്നുമുള്ളൂ. അതേസമയം തന്നെയാണ് സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇപ്പോൾ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ 8 ജില്ലകൾക്ക് റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം ഈ സമയത്ത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് വരികയാണ്. ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള ഒരു മുന്നറിയിപ്പ് പ്രകാരം തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകൾക്ക് കൂടി ഈ ഘട്ടത്തിൽ റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകുകയാണ്. അടുത്ത 3 മണിക്കൂറിലേക്കാണ് നൽകിയിട്ടുള്ളത്. ഒരുപക്ഷെ 3 മണിക്കൂറിലെ സാഹചര്യങ്ങൾ പരിശോധിച്ച് കൂടുതൽ ജില്ലകൾക്ക് ഈ റെഡ് അലർട്ട് മാറാനുള്ള സാഹചര്യങ്ങളുണ്ട്. കൂടാതെ മറ്റ് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ആ ജില്ലകളിലും റെഡ് അലർട്ടിന് സമാനമായ മഴ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒപ്പം തന്നെ മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ അതിശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. കൂടാതെ തന്നെ ഓറഞ്ച് അലർട്ട് സാധ്യതയുള്ള മേഖലകളിലും ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട്. അവിടെയും 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അല്പസമയം മുമ്പാണ് ഈ ശേഖർ കുര്യാക്കോസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കാരണം വലിയ ജാഗ്രത പാലിക്കേണ്ട ഒരു സാഹചര്യമാണ്, പ്രത്യേകിച്ച് കാറ്റ്. അദ്ദേഹം പറഞ്ഞത് വടക്കൻ കേരളത്തിൽ ശക്തമായ കാറ്റിനുള്ള ഒരു സാധ്യതയുണ്ട്, ഒപ്പം മഴയ്ക്കുള്ള സാധ്യതയുമുണ്ട്. ഒപ്പം ഒരു പക്ഷേ ഈ വെയിൽ കനക്കുമ്പോൾ മഴയുടെ ശക്തി കുറയാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. എങ്കിലും ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം തന്നെയാണ് അദ്ദേഹം നൽകിയിരുന്നത്. പക്ഷേ നമുക്കിപ്പോൾ ശാലിനി പറഞ്ഞതുപോലെ തന്നെ ഈ തെക്കൻ കേരളത്തിലും കാറ്റ്, പ്രത്യേകിച്ച് ഈ കാറ്റ് ഉള്ളത് കൊണ്ട് തന്നെ കടലിൽ പോകാൻ പാടില്ല എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ബന്ധപ്പെട്ടവർ നൽകിയിരുന്നത്. എങ്കിലും മഴയ്ക്കല്പം ശമനമുണ്ടല്ലേ ജില്ലയിൽ? കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ ശേഖർ കുര്യാക്കോസ് പറഞ്ഞത് അത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശമാണ്. ഇപ്പോൾ വെയിൽ വരേണ്ട സമയമായി. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്ന വിഴിഞ്ഞത്തെ ഈ വലിയ പള്ളിക്ക് സമീപത്താണ്. അവിടെ ഇപ്പോഴും വെയിലധികം കാര്യമായി തന്നെ വന്നിട്ടില്ല. കാറ്റ് അത് ശക്തമായി തന്നെ ഉണ്ടാകുന്നുണ്ട്. അല്പസമയം മുമ്പൊരു വിവരം വരുന്നത് മുതലപ്പുഴയിൽ നിന്നാണ്. മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ 2 പേർ വള്ളം മറിഞ്ഞ് മരണപ്പെട്ടിട്ടുണ്ട്. പുഴി മേഖലയിലാണ് വള്ളം മറിഞ്ഞിട്ടുള്ളതായിട്ട് അറിയുന്നത്. കടൽ പ്രക്ഷുബ്ധമായിരുന്നതും ഒപ്പം തന്നെ അതിശക്തമായ കാറ്റുമാണ് അത്തരത്തിലൊരു സാഹചര്യം അവിടെ ഉണ്ടാക്കിയതെന്നാണ് പ്രാഥമികമായും വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും സുരക്ഷിതരാകണം എന്നുള്ളതാണ്. കൂടാതെ തന്നെ 8 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇപ്പോൾ അവധി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടാതെ തന്നെ സഹകരണ യൂണിയൻ നടത്താനിരുന്ന ഇന്നത്തെ HDC ആൻഡ് BM പരീക്ഷ മാറ്റിവെച്ചിരിക്കുകയാണ്. ചെറിയ കുട്ടികളടക്കമുള്ളവരെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഭാഗമായി അംഗനവാടികൾ അടക്കമുള്ള കേന്ദ്രങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ രാത്രി ആരംഭിച്ച മഴ ഇന്ന് രാവിലെ ചെറിയ തോതിൽ ശമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ചെറിയ ചാറ്റൽ മഴ പല മേഖലകളിലും ഉണ്ടാകുന്നുണ്ട്. പൊന്മുടി അടക്കമുള്ള മേഖലകളിലേക്ക്, ഇക്കോ ടൂറിസം മേഖലകളിലേക്കും മലയോര മേഖലകളിലേക്കുമുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നുള്ളൊരു ജാഗ്രതാ നിർദ്ദേശം വരുന്നുണ്ട്. കൂടാതെ തന്നെ അണക്കെട്ടുകളുടെ സമീപത്ത് ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. അതിൽ അണക്കെട്ടുകളുടെ വെള്ളം നിറയാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള മേഖലകളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണം. തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർ
പരമാവധി കടലിൽ ഇറങ്ങാതിരിക്കുക എന്നൊരു മുന്നറിയിപ്പാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. കൂടാതെ തന്നെ സുരക്ഷിതമല്ലാത്ത വീടുകൾ, ഒപ്പം തന്നെ ഈ ഒടിഞ്ഞു വീഴാറായ മരങ്ങളൊക്കെയുള്ള മേഖലകളിൽ താമസിക്കുന്നവരും ബന്ധുവീടുകളിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്നൊരു ജാഗ്രതാ മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ നൽകുകയാണ്. നമുക്കറിയാം, പ്രളയ സാഹചര്യത്തിന് സമാനമായ ഒരു സാഹചര്യമാണ് മധ്യ കേരളത്തിലെ ജില്ലകളിലും തെക്കൻ ജില്ലകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി, ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ആശങ്ക വേണ്ട, ജാഗ്രത മതി എന്നുള്ളതാണ് നിലവിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, തദ്ദേശ വകുപ്പ്, റവന്യൂ വകുപ്പ് ഒക്കെ നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും അടിയന്തര സാഹചര്യത്തെ നേരിടാനായി NDRFന്റെ സംഘം വരണമെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളും പരിശോധിച്ചിരിക്കുകയാണ്. എന്തായാലും ആശങ്ക വേണ്ട എന്നൊരു മുന്നറിയിപ്പ് സർക്കാർ സംവിധാനങ്ങൾ നൽകുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വയനാടൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള പെട്ടെന്നുള്ള ദുരന്തം അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഈ പ്രത്യേകിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓരോ മേഖലകൾ തിരിച്ച് നൗകാസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ സെക്കൻഡിൽ നടക്കുന്നത്, കാലാവസ്ഥ എത്രത്തോളം വ്യതിയാനം സംഭവിക്കുന്നു എന്നതടക്കമുള്ള കൃത്യമായ അപ്ഡേഷൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പരിശോധിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഓരോ ജില്ലകളിലെയും സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി കേന്ദ്രങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. റഡാർ സംവിധാനത്തിലൂടെയുള്ള പരിശോധനകൾ തുടരുകയാണ്. തീരദേശ മേഖലകൾ, മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക പരിശോധനകൾ തുടരുന്നുണ്ട്. പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ തുടരുന്നുണ്ട്. എന്തായാലും അതിശക്തമായ മഴ ഒരു ഇടവേളയ്ക്ക് ശേഷം ഉണ്ടാകുന്നു. അത് തന്നെ ഒരു ആശങ്കയോടുകൂടി തന്നെയാണ് പൊതുജനങ്ങൾ കാണുന്നത്. പൊതുജനങ്ങൾ ആശങ്ക ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വേണ്ട എന്നുള്ള മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുമ്പോഴും ഈ ചില ജില്ലകളിൽ ഈ ഒരു വലിയ മഴ, അത് ചെറിയ സമയത്ത് വലിയ മഴ വലിയ തോതിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആശങ്കയുണ്ടാക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലും ഇടുക്കി, വയനാട് അടക്കമുള്ള ജില്ലകളിലും മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലുമാണ് ഇപ്പോൾ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും ഇനിയിപ്പോൾ ഈ അലേർട്ടുകൾ വെച്ച് 10 മണിയോടുകൂടിയാണ് മഴ മുന്നറിയിപ്പ് ബുള്ളറ്റിൻ വരേണ്ടത്. അതിനു മുൻപ് ഒരു പക്ഷേ ഈ അലേർട്ടുകൾ മാറാനും കൂടുതൽ ജില്ലകൾക്ക് റെഡ് അലേർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകാനുള്ള സാഹചര്യമുണ്ട്. എന്തായാലും സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റികളും. 8 ജില്ലകൾക്കാണ് ഈ മണിക്കൂറിൽ റെഡ് അലേർട്ട് ജാഗ്രതാ നിർദ്ദേശമുള്ളത്. 8 ജില്ലകൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ശാലിനി, ആ തീരപ്രദേശത്ത് നിന്നുള്ള വിശദാംശങ്ങൾ, അവിടെ ശക്തമായ കാറ്റാണ്. അതാണ് ഈ മത്സ്യബന്ധനത്തിനടക്കം വലിയ ആശങ്കയായി ശാലിനി മാറുന്നത്. പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഈ മഴ, കനത്ത മഴ വരും മണിക്കൂറുകളിലും കനത്ത മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് തുടർന്ന് 8 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള